അതുപോലെ തന്നെ മറ്റൊരു ജനകീയ പ്രശ്നമാണ് ഈ കോട്ടയത്ത് അല്ലെങ്കിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലൊരു വികസനത്തിൻ്റെ ഒരു മുരടിപ്പുണ്ട് എന്നുള്ളൊരു ആരോപണം NDAയും BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരമൊരു ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടക്കം നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ, നിരവധി ട്രെയിനുകൾ ശബരിമല തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഏതാണ്ട് ഒരു വർഷത്തിൽ നല്ല പങ്ക് ഈ സീസൺ സമയത്തും അതുപോലെ മാസപൂജ സമയത്തും നല്ല പങ്ക് ശബരിമല തീർത്ഥാടകർ എത്തിച്ചേരുന്നൊരു സ്റ്റേഷൻ കൂടിയാണ് കോട്ടയം. ആ ഒരു വിഷയങ്ങൾ എങ്ങനെയാണ് NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ അഡ്രസ്സ് ചെയ്യുന്നത്? കാര്യം കോട്ടയത്തെ സംബന്ധിച്ചോളം നമ്മളൊരു 10-35 വർഷക്കാലം എടുത്ത് പരിശോധിക്കുക. ഈ 35 വർഷത്തിനുള്ളിൽ ഇവിടെ ഒരു പുതിയ റോഡോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു സ്ഥലത്തും എങ്ങും ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന റോഡുകൾ കുറച്ച് വീതി കൂട്ടി, അല്ലെങ്കിൽ കോട്ടയത്തിന് ബാക്കി നമ്മൾ കേരളത്തിലുള്ള എല്ലാ ടൗൺഷിപ്പുകളും നോക്കിയാൽ ഒരുപാട് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതാകെ നമ്മുടെ കൊടിമത ആ ഒരു ഏരിയയിലെ കുറച്ച് സ്ഥലത്തേക്ക് മാത്രം പുഷ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്നുള്ളത്. പോലും വികസിക്കുന്നില്ല. അതിനുള്ള നമുക്കിവിടെ സാധ്യതയുള്ള കാര്യങ്ങളൊന്നുമില്ല. റബ്ബർ വില ഇടിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ട് മുകളിലായി. ഇവിടെ ടൂറിസം എന്ന് പറയുന്നത് ആകെ നാച്ചുറലായിട്ടുണ്ടായിട്ടുള്ള ടൂറിസം എന്ന് പറയുന്നത് പണ്ട് വാജ്പേയി അദ്ദേഹം വന്നിവിടെ താമസിച്ചപ്പോഴാണ് ഈ കുമരകം എന്ന് പറയുന്ന സ്ഥലം പോലും അറിയുന്നത്. അത് നാച്ചുറലായിട്ട് അവിടെ കുറേ ആൾ വരുന്നു പോകുന്നു എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ഇത് റിയലായിട്ട് വരേണ്ട ഡെവലപ്മെൻറ്റുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. അത് കോട്ടയത്തിൻ്റെ ടോട്ടൽ, അതിവിടെ മാത്രമല്ല, ഒരുപാട് സ്കോപ്പുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് കോട്ടയം. റബ്ബറിൻ്റെ വില കൂടിയാൽ ഇവിടുത്തെ വ്യവസായങ്ങൾ 4 ഇരട്ടിയാവും. കാര്യം പണ്ട് ഓർമ്മയുണ്ടല്ലോ, കാരണം ഈ റബ്ബറിന് വില കൂടിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടഡ് കാറുകൾ എറണാകുളത്തുനിന്ന് വിറ്റു പോയിക്കൊണ്ടിരുന്നത് മുഴുവൻ കോട്ടയം ജില്ലയിലേക്കാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വ്യവസായങ്ങളും എന്ത് വ്യവസായം ചെയ്താലും നല്ല വരുമാനം കിട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് മുഴുവൻ കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് പോയി. അതുപോലെ തന്നെ മാർക്കറ്റിലുണ്ടാകുന്ന ഈ ഒരു എല്ലാവിധ ചലനങ്ങളും ഈ റബ്ബറിനെ ബേസ് ചെയ്തിട്ട് എല്ലാം അത് ബേസ് ചെയ്താണല്ലോ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് പരിശോധിച്ചാൽ, ബസ് സ്റ്റാൻഡ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് എടുത്ത് പരിശോധിച്ചാൽ, ഇതൊക്കെ ഗവൺമെൻറ് ഫണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ അത് വകമാറ്റി ചിലവായി പോവുക, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് മാനേജ്മെൻറ്റ് ഇല്ലാതെ നടക്കുക എന്നുള്ളതല്ല. എന്താണ് നമ്മൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒന്നും ഈ പറയുന്ന കോട്ടയം സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഒരു കണ്ടില്ല. ഞാൻ ഏതാണ്ട് ഒരു 10-30 കോട്ടയത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പോലും ആ അച്ഛൻ റോഡ് ഉണ്ടായതല്ലാതെ എനിക്ക് തോന്നുന്നു ഇത്രയും നാളുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊരു വ്യത്യാസം ഇതിലുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഈ വാജ്പേയി വന്നതോടുകൂടിയാണ് കുമരകം ഒരുപക്ഷെ ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും ശ്രദ്ധയായിപ്പെട്ടത്. അപ്പോൾ അതുപോലൊരു ടൂറിസം കേന്ദ്രം, ഇത് വളരെയധികം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ടൂറിസം കേന്ദ്രം, ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ വിദേശികളെ അടക്കം നമുക്ക് ആകർഷിച്ച് വലിയ തോതിൽ വികസനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുമരകം. ആ ഒരു കുമരകത്തേക്ക് നമ്മുടെ ഈ വികസനം എത്തുന്നില്ല എന്നൊരു ആരോപണമല്ലാതെ ഒരു സത്യമാണ്. ആ ഒരു സാധ്യത, ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട്, ഇപ്പോൾ ഒരുപക്ഷെ കോട്ടയത്തു നിന്നൊരു NDA സ്ഥാനാർത്ഥി MP ആയി വരുന്നൊരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ആ ഒരു കുമരകം പ്രദേശത്തിൻ്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ 2 കോട്ടയത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ വ്യവസായം ചെയ്യുന്ന ആളുകൂടാണ്. ഈ ടൂറിസം മേഖലയിൽ ഞാനുള്ള ആളാണ്. ടൂറിസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവിടെ നാച്ചുറലായിട്ടുണ്ടായിട്ടുള്ള ഒരു ഇതുണ്ടായി. വലിയ നമ്മുടെ ലേക്ക് വേൾഡ് ഫേമസ് ആണ്. അവിടെ ആളുകൾ വരാൻ താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഫോറിൻ ടൂറിസ്റ്റിനൊക്കെ കൂടുതൽ വരുന്നത് ഇന്ത്യൻ ടൂറിസ്റ്റ്, നോർത്ത് ഇന്ത്യൻ ടൂറിസ്റ്റിലാണ് വരുന്നത്. ഇപ്പോൾ ഡൽഹിയിലും ബോംബെയിലൊക്കെ ഉള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വരാറുണ്ട്. ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വള്ളത്തെ കയറാൻ വേണ്ടിയിട്ട് പലകയോ അല്ലെങ്കിൽ വെറുതെ വള്ളം വിട്ടാൽ ചാടി കയറി പോകാൻ നമുക്കറിയാം. പക്ഷേ അവിടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കാണുമ്പോഴേ പേടിയാണ്. ഈ പലയെ കൊണ്ട് നടന്ന് കയറുക, ഒരു നല്ല ജെട്ടിയെങ്കിലും ഉണ്ടോ ഈ പറയുന്ന നമുക്കവിടെ കയറിപ്പോകാൻ? 1-2 അടുപ്പിച്ച് നിർത്തിയാൽ അതിൻ്റെ പുറത്തൂടെ കയറി പോകാൻ മാന്യമായിട്ട് ജെട്ടിയെങ്കിലും ഉണ്ടാക്കി കൊടുത്തൂടെ? അതുപോലെ തന്നെ അവിടുത്തെ റോഡുകളുടെ അവസ്ഥ എന്താണ്? അവിടെ ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ, കാര്യം ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു കൗണ്ടർ പോലും അവിടെ ഇല്ല. ഒന്നുമില്ല. ചുമ്മാ വന്ന് അങ്ങോട്ട് തേരാപേരാ ആളുകൾ വരുന്നു പോകുന്നു. ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ടൂറിസം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് എല്ലാ കൺട്രികളും. നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 1 മാൻ പവർ എക്സ്പോർട്ടറും 2 ടൂറിസമാണ്. ഈ 2 സാധനമല്ലേ. നമ്മളോട് ചോദിച്ചാൽ പറയും ഇവിടെ കൃഷിയാണ്, ഇവിടെ വ്യവസായമാണ്. ഇവിടെ ഏത് വ്യവസായ സ്ഥാപനമാണ് ഉള്ളത്? ഒന്നുമില്ല. നമുക്കുള്ളത് ആകെ ഈ പറയുന്ന കുറച്ച് റബ്ബറും ഈ കുറച്ച് ടൂറിസവും ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് പൊക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പിടിപ്പുകേടല്ലേ ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചോളം, ഇവിടുത്തെ നേതാക്കന്മാരെ സംബന്ധിച്ചോളം. അത് റിയലൈസ്, കാര്യം ഒന്നാമത് NDAയുടെ പോളിസി എന്താണ് നിങ്ങൾ അത് കാണണം. കാരണം ഡെവലപ്മെൻറ്റാണ് NDAയുടെ പോളിസി എന്ന് പറയുന്നത് തന്നെ. കാര്യം ഇപ്പം എന്നെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടാൽ, അതിൽ കേരളത്തിലുള്ള ഏത് NDAയുടെ സ്ഥാനാർത്ഥി ജയിപ്പിച്ച് വിട്ടാലും
ആ പ്രദേശം ആ നിയോജകമണ്ഡലം ഏരിയ ഭയങ്കരമായി വളരും, ഡെവലപ്പ് ചെയ്യും. കാരണം ഇത് വളരെ സിമ്പിളായിട്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്തുകൊണ്ടാണ് സ്മൃതി ഇറാനി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പിന്നെ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് ബാ വിളിക്കുന്നത്? കാര്യം അവർക്കറിയാം. കാര്യം ഈ കഴിഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളെ അവരുടെ കുടുംബക്കാർ മുഴുവൻ മത്സരിച്ചിരുന്ന ആ സ്ഥലത്ത് അവരൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഒരു പെട്ടെന്ന് ചെന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്മൃതി ഇറാനി അവിടെ പാസ്സായത്. പക്ഷേ ഈ 5 വർഷം കൊണ്ട് അവിടുത്തെ മുഖച്ചായി പിന്നെ അവർ മാറ്റിക്കഴിഞ്ഞു. അത്രയും കോൺഫിഡൻസ് ഇങ്ങനെ വരാൻ വേണ്ടി പറയുന്നത്. കാര്യം അത് പുള്ളിക്ക് ഇപ്പോൾ ചെല്ലാനും വയ്യ, ചെല്ലാൻ ഇരിക്കാനും വയ്യാതുള്ള അവസ്ഥയിലാണ് പുള്ളി നിൽക്കുന്നത്. കാര്യം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ജനങ്ങൾ മുഴുവൻ പുള്ളിക്കാരുടെ കൂട്ടത്തിലാണ്. കാര്യം ഈ പറയുന്ന 1/2 നൂറ്റാണ്ടായിട്ട് കാണാത്ത ഒരു വളർച്ച വെറും 5 വികസനം 5 വർഷം കൊണ്ട് കണ്ടു. അപ്പോൾ ജനം ഇവിടെ നിൽക്കും. അതാണ് റിയാലിറ്റി. അതേപോലെ തന്നെ കേരളത്തിൽ ഈ ഡെവലപ്പ് ചെയ്യാൻ കിടക്കുന്ന പ്രദേശം മുഴുവൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഈ ഒരു വികസനത്തിൻ്റെ ഒരു പ്രശ്നം, ഈ സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം വികസനം വളരെയധികം സർക്കാർ ദേശീയപാത വികസനം, അതുപോലെ ടൂറിസം രംഗത്ത് നിരവധി ആളുകൾ വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ എങ്ങനെയാണ്? സംസ്ഥാന സർക്കാർ പറയുന്ന ഈ വികസനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം പല സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പിന്നെ ബേസിക്കലി ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റുകളല്ലേ. സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസ്ഥ എന്താണ്? അതിപ്പം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഈ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അന്ന് മുതൽ ഇന്ന് വന്നിട്ട് വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളെല്ലാം നമുക്ക് ലോൺ എടുക്കുകയും അതുപോലെ തന്നെ വെള്ളാനകൾ ഉണ്ടാക്കുകയും ഇല്ലാത്ത പോസ്റ്റുകൾ ഉണ്ടാക്കി ആളുകളെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്തുണ്ടായി? ശമ്പളവും പെൻഷനും കഴിഞ്ഞാൽ നമുക്ക് പലിശ കൊടുക്കാൻ വേണ്ടി പോലുള്ള കാശ് നമ്മുടെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. ഇത് റിയാലിറ്റിയാണ്. അതിപ്പോൾ ഇപ്പോഴത്തെ മന്ത്രിസഭയെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഇതിന് മുമ്പ് വന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഒന്നും കാര്യമായില്ല. ഇത് കഴിഞ്ഞ 19, 55, 60 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ അവസാനം നിൽക്കുക. നമ്മൾ ഭാഗ്യവശാൽ ഇന്ത്യ ഗവൺമെൻറ് ഇത്ര ശക്തമായതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇവിടെ സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നത്. കാരണം നേരെ തൊട്ടപ്പുറത്ത് ശ്രീലങ്കയുടെ അവസ്ഥ എന്തായിരുന്നു കണ്ടതാണല്ലോ നമ്മൾ. ആ ശ്രീലങ്കയേക്കാൾ സാമ്പത്തികമായി മോശമാണ് കേരള സംസ്ഥാനം എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ആണ് മുൻപ് വന്ന സർക്കാരുകളുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് ഇപ്പോൾ കേരളത്തെ ഈ ഒരു ഗതിയിലെത്തി. അതെ, അത് ഫാക്റ്റാണത്. കാരണം അത് നമ്മളും വെറുതെ ആരോപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതൊരു സ്വിച്ച് ഓവർ ഉണ്ടാകുന്ന സാധനമല്ലത്. ഇത് കാലാകാലങ്ങളിൽ വന്ന ഗവൺമെൻറ്റുകൾ എടുത്തിട്ടുള്ള വികലമായിട്ടുള്ള നടപടികൾ കൊണ്ട് ഈ ഞാൻ പറഞ്ഞു ഈ ആളുകളെ എല്ലാം ഗവൺമെൻറ്റൈസ് ചെയ്യാനുള്ളതോ എല്ലാം ഗവൺമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. പ്രൈവറ്റൈസേഷൻ മുഴുവൻ നമ്മൾ അവോയ്ഡ് ചെയ്തു. ആരെങ്കിലും പുതിയ ആളുകൾ വരുന്ന ആളുകളെ നമ്മളിവിടെ വരാനുള്ള അവസരങ്ങൾ ഇല്ലാണ്ടാക്കി. നമുക്കറിയാം ഇവിടെ എന്താണ് BMW കമ്പനി വന്ന് ഷോറൂം തുടങ്ങാൻ വേണ്ടി വന്നതെന്ന് നമ്മൾ ബന്ധം നടത്തി അവർ ഓടിച്ചവരാ. എല്ലാം പോയി ഇവിടുന്ന്. ഇവിടെ കൃഷിയില്ല, വ്യവസായമില്ല, തൊഴിൽ സാധ്യതയില്ല. എല്ലാ ചെറുപ്പക്കാരും ഇന്ന് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന അവസ്ഥ. പക്ഷേ അതേ സമയത്ത് നമ്മൾ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ നോക്കണം. അവിടെ എല്ലാവരും അവരുടെ സംസ്ഥാനത്ത് വളരെ ഹാപ്പിയായി തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ്. കാര്യം ഇപ്പം കേരളത്തിലെ ലാൻഡിൻ്റെ വില സാധാ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ താഴോട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. വാങ്ങിക്കാൻ ആളില്ല. വീടുകൾ ആയിരക്കണക്കിന് ഒഴിഞ്ഞു കിടക്കുന്നു. വെള്ളം ഇവിടുന്ന് വിട്ടുപോയിരിക്കുക. പക്ഷെ അതേ സമയത്ത് നേരെ ബോംബെയിലോ ഡൽഹിയിലോ മറ്റുള്ള എല്ലാ സംസ്ഥാനത്ത് പോകും. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ പണ്ട് ഏക്കറിന് 2 ലക്ഷം രൂപയ്ക്ക് കിട്ടിയിരുന്ന സ്ഥലം 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുമായിരുന്നല്ലോ. ഇപ്പം ചെന്നാൽ 50 ലക്ഷം 1 കോടിയാണോ ചോദിക്കുന്നത്. കാര്യം അന്ന് വെള്ളമില്ലാത്ത സ്ഥലത്ത് അവൻ വെള്ളം ഉണ്ടാക്കി കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി. ആ സ്ഥലം മൊത്തം മാറി. ഇന്ന് തമിഴ്നാട്ടിലേക്ക് കർണാടകത്തിലേക്ക് നമുക്ക് ചെന്നാൽ തരിശുഭൂമി കാണാനില്ല.